ശവത്തെ ഒരു ചിരട്ടത്തവി കെട്ടും. അപ്പോൾ അതാണ് മൈക്ക്. എന്നാൽ അതൊരു പേഴ്സണൽ ബന്ധമായിട്ടൊക്കെ മാറുന്നത് പരിശുദ്ധാത്മശാനം പ്രാപിച്ചതോടുകൂടിയാണ്. എല്ലാവരും പരിശുദ്ധ, എനിക്ക് മാത്രം കിട്ടിയില്ല. ഞാനാണ് സത്യത്തിൽ ഇതെല്ലാം കണ്ടക്ട് ചെയ്തത്, കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരും വിളിച്ചുകൊണ്ടൊക്കെ വരും. അപ്പം കത്തിക്കും, അവർ പ്രാപിക്കുമ്പോൾ ആ പുള്ളിയെ മാറ്റി പ്രാപിക്കാത്തതിനെ വീണ്ടും നടുക്കൊണ്ടിരുത്തും. കണ്ടിട്ടുണ്ടോ അതൊക്കെ? കണ്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് എക്സ്പീരിയൻസ് പറഞ്ഞാൽ പട്ടാന്ന് പറയും. അപ്പോൾ തന്നെ എല്ലാവരും കരഞ്ഞു. എല്ലാവർക്കും കിട്ടി. കൊച്ചൻ്റെ കരച്ചിൽ കണ്ടു. നമുക്ക് പരിശുദ്ധന് വേണ്ടിയുള്ള കരച്ചിലാണ്. അന്ന് അങ്ങനെ ഒരു ഭയങ്കര ഒരു കണ്ണീരിൻ്റെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഓടി ബാത്റൂമിൽ പോകും, സ്കൂളിൻ്റെ മൂത്രപ്പേരെ പോകും. അവിടെ പോയി അന്യഭാഷ പറഞ്ഞു നോക്കും, പോയോ എങ്ങാണ് ഇറങ്ങി വരുവാണെങ്കിൽ എൻ്റെ നെഞ്ചത്തൂടെ ചവിട്ടിയ നീയൊക്കെ പോകത്തുള്ളൂ. ചിലർക്ക് രാത്രി ഞാനൊരു വട്ടം ഞങ്ങളുടെ ക്യാമ്പിൽ വടം വലിച്ചപ്പം ഞാൻ ഷർട്ട് കൂരിയിട്ട് തലയെക്കെട്ടും കെട്ടി വടം വലിച്ചപ്പോൾ ആരാണ്ട് ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു ഇന്ന് നിന്നെ കാണിക്കാമെന്ന് പറഞ്ഞു. ആ പാട്ട് പാടി എന്താ പാട്ട് പാടിയത്? ആവേശം സിനിമയ്ക്കകത്ത് കട്ട ചോര വെച്ച് എന്തോ സോഡ സർബത്തൊന്നുമല്ല പാടിയത്. ജയൻ ജയ അല്ലാതെ അമ്മച്ചിക്ക് കത്തെഴുതാൻ വേണ്ടി മലയാളം പഠിച്ച പിള്ളേരെ എനിക്കറിയാം. എൻ്റെ അമ്മച്ചിക്ക് സുഖമാനോ എന്ന് അമ്മച്ചിക്ക് വേണ്ട കത്തെഴുതിയ പിള്ളേരെ എനിക്കറിയാം. അമ്മച്ചിക്ക് വേണ്ടി മലയാളം പഠിച്ചവർ. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ള കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രിൻസ് റാന്നിയാണ്. എല്ലാവർക്കും വളരെ സുപരിചിതനായിരിക്കുന്ന ഒരു മുഖമാണ്. ക്രൈസ്തവ കൈരളിക്കും നമ്മുടെ സമൂഹത്തിനൊക്കെ വളരെ അറിയപ്പെടുന്ന ഒരു കർത്തൃദാസനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ക്യാരക്ടർ കൊണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിനെ എല്ലാവരും അറിയുന്നത്. ഇന്ന് ഞങ്ങളുടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷം. വെൽക്കം. പ്രസംഗങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷം? ദൈവം സന്തോഷമായിട്ടിരിക്കുന്നത്. നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ആക്സിഡൻറ്റിൽ കൂടെയാണ്. വാര്യാപുരത്തെ ഒരു ആക്സിഡൻറ്റിൽ കൂടെയാണ്. ഓർക്കുന്നുണ്ടോ? കോഴഞ്ചേരിക്ക് അടുത്ത് വെച്ച്. അതെ, ഒരു ആക്സിഡൻറ്റിൽ ഒരു രാത്രിയിലാണ് നമ്മൾ പരിചയം. ഒരു അഡ്വക്കേറ്റ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതെ, അതെ. അന്ന് കോവിഡിൻ്റെ സമയം, പീക്ക് ടൈം 2020. ഓർമ്മ വന്നു. അത് ആ പോസ്റ്റിലോട്ട് ഇടിച്ച് കയറി. അതുകൂടാതെ വേറൊരാളുടെ ആക്സിഡൻ്റ് ആയി. എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നപ്പോൾ നമ്മൾ വന്ന്. അതെ, ആദ്യം പാസ്റ്റങ്ങളാണ് വരുന്നത്. പാസ്റ്റങ്ങൾ വന്ന് പാസ്റ്റങ്ങൾ വണ്ടി പെട്ടെന്ന് ചവിട്ടി ഡ്രൈവറിൻ്റെ ആദ്യം റോഡിൽ വീണ ആളിനെ കയറ്റിക്കൊണ്ട് പോയി. പിന്നെ പാസ്റ്റർ അതൊരു പോസ്റ്റർ ഇങ്ങനെ ഇടിച്ച്, അതെ, ഒരു KSRTC ഇടിച്ചിട്ട് പിന്നെ രണ്ടാമത് ആളിനെ ഞാനും പാസ്റ്റങ്ങളോടാണ് കോഴഞ്ചേരി മുത്തൂറ്റ് കൊണ്ടുപോയി. അതിനുശേഷം ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് നമ്മളന്ന് മോനൊരു പുത്തൻ കാറേ വന്ന. അതെ, പുതിയ പുത്തൻ കാറേ കയറ്റിക്കൊണ്ടുപോയി. നമ്മളെന്നോട് പുറകെ പോയി. അതെ, എൻ്റെ വണ്ടിയെ മുമ്പിൽ കൊണ്ടുപോയി. അതെ, അതൊരു അഡ്വക്കേറ്റ് ആയിരുന്നു. അതെ. പിന്നെ നമ്മളെ മുത്തൂറ്റി ചെന്നപ്പോഴത്തേന് നമ്മൾ ഈ അഡ്വക്കേറ്റിൻ്റെ സിമ്പിൾ വെച്ചുകൊണ്ട് ആ നമ്പർ വെച്ച് ഞാൻ പിന്നെ ആരാണ്ട് വിളിച്ചു. അപ്പോഴത്തേന് കുറേ അഡ്വക്കേറ്റ്സ് എല്ലാം കൂടെ പത്തനംതിട്ടയിൽ നിന്ന് വന്നു. അല്ലേ? ഓക്കെ. അങ്ങനെയാണ് നമ്മൾ പരിചയം. അത് 2020 കോവിഡിൻ്റെ പീക്ക് ടൈമിൽ. പീക്ക് ടൈമിൽ ഞാൻ പത്തനംതിട്ടയ്ക്ക് കണ്ട് പോയിട്ട് പൗർഷൻ ഷൂട്ടിന് പോകുന്നു. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം 4 വർഷമായി. 4 വർഷമാകും. ഓക്കെ. അത് കഴിഞ്ഞാണോ നിങ്ങളെല്ലാം ഇങ്ങോട്ട് പോകുന്നത്? ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു, പഠിക്കാനായിട്ട് ഇവിടെ വന്നു. ഓക്കെ. ഇപ്പം മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റി, ടെൽസ, ഒക്കലോമ. വെരി ഗുഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റങ്ങളോട് എനിക്ക് ആദ്യമായിട്ട് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. എങ്ങനെയാണ് പാസ്റ്റങ്ങളുടെ ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നത്? സാധാരണ പരിക്കൻ അനുഭവങ്ങൾ കൂടെയാണോ വന്നേ, അതോ? നമ്മൾ ജനിച്ചപ്പം തന്നെ വിശ്വാസത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇറ്റ് വാസ് ഇൻ 1966 എൻ്റെ ഗ്രാൻഡ് പേരൻസിന് ഒരു സൗഖ്യം ഉണ്ടായി. അമ്മച്ചിക്കുണ്ടായ ഒരു സൗഖ്യത്തിലൂടെയാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു അനുഭവം ഉണ്ടായത്. അമ്മച്ചി ക്യാൻസറായിരുന്നു. അമ്മച്ചി ക്യാൻസറായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിൽ വീട്ടിലോട്ട് പോകുന്ന നേരത്തെ ഞങ്ങളോട് ഒരിടത്ത് ഉണ്ടായിരുന്ന ഒരു ഹിന്ദു ഡോക്ടർ, ഞാൻ കേട്ടിടത്തോളം അദ്ദേഹം ആ ഡോക്ടർ ഒരു ഹൈന്ദവ സഹോദരിയായിരുന്നു. ആ സഹോദരി എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ വിളിച്ച് പറഞ്ഞു, ഈ അമ്മച്ചിക്ക് ഇനി മെഡിക്കലി ഒന്നും ചെയ്യാനില്ല, പക്ഷേ നിങ്ങൾ ക്രിസ്ത്യാനില്ല, യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശു കർത്താവ്. അപ്പം ഞങ്ങളുടെ അച്ഛനല്ലി യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാനും സൗഖ്യം തരുമെന്ന് പറയുന്ന ഒരു ഹിന്ദു ഡോക്ടറാണ്. അവരൊരു വലിയ റോയൽ ഒരു ട്രഡീഷണൽ ഹിന്ദു ഫാമിലിയിൽപ്പെട്ട വലിയൊരു ഫാമിലിയിൽപ്പെട്ട ഒരു ഡോക്ടറായിട്ടായിരുന്നു. ഏതാണ്ട് ഒരു രാജകുടുംബമായിട്ടൊക്കെയുള്ള ലീനേജ് ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാണ്. അവരാണ് നമ്മളോട് ഈ കർത്താവിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് അന്ന് TPM ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അമ്മമാർ വീട്ടിൽ വന്നു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ അമ്മച്ചിക്ക് ഒരു ഭയങ്കര മിറക്കുലസ് ആയിട്ടൊരു ഹീലിംഗ് ഉണ്ടായി. തന്നെ അമ്മച്ചി ഒരു വിഷം കാണുന്നു.
അത് ഇറ്റ് ഹാപ്പൻ 1966 ഓഗസ്റ്റിലായിരുന്നു. ഓക്കെ. അങ്ങനെ ഉണ്ടായ അനുഭവത്തിലൂടെ പിന്നെ അത് കേട്ട് ഒത്തിരി പേര് വരാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് പതുക്കെ സ്നാനത്തിലേക്ക് നയിച്ചു. സ്നാനം നയിച്ചപ്പോൾ അത് പള്ളിയിൽ നിന്ന് പ്രശ്നമായി. പിന്നെ പള്ളി ഫസ്റ്റ് ചെയ്തു. ഞങ്ങളെയാണ് ആദ്യമായിട്ട് എൻ്റെ അറിവിൽ കൽപ്പന വായിച്ച് മുടക്കുന്നത്. കനന പള്ളിയിൽ നിന്ന് കൽപ്പന വായിച്ച് സ്നാനപ്പെട്ടൻ്റെ പേര്. അങ്ങനെ മുടക്കിയപ്പം ജസ്റ്റ് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ജനിക്കുമ്പോൾ വീട്ടിൽ ചെറിയൊരു കൂട്ടായ്മയൊക്കെ ഉണ്ട്. ഒരു പരിപ്രയാണ കൂട്ടായ്മ എന്ന് പറയും. ശരിക്കും ഒരു ചെറിയൊരു കൂട്ടായ്മയാണ്. അങ്ങനെ ആ കൂട്ടായ്മ വളർന്നു. എനിക്ക് ഓർമ്മയായപ്പോഴത്തേന് പപ്പയൊക്കെ ജോലി കളഞ്ഞ് വന്നു. പിന്നെ ഒരു ചെറിയ കട തുടങ്ങി. കടയും സഭയും അപ്പം എന്നും കൂട്ടായ്മ. അങ്ങനെ ഇപ്പോൾ പാഴ്സനേജിൻ്റെ അനുഭവത്തിൽ പാഴ്സനേജ് എന്ന് പറയാം. നമ്മുടെ വീട് തന്നെയായിരുന്നു ആരാധന. ഓർമ്മ വെച്ച നാൾ മുതൽ വീട്ടിൽ ആരാധനയുണ്ട്, ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ കൊച്ചു വീടാണ്, പഴയൊരു വീടല്ലേ. എന്നും പ്രാർത്ഥനയുടെ എപ്പോഴും ആളും വരുമായിരുന്നു. നിറച്ച ആളാണ്, 24 മണിക്കൂർ ആളാണ്. ഞാനും അങ്ങനെ വളർന്നൊരു ആളാണ്. പാഴ്സനേജിൻ്റെ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അതെ വന്നിട്ടുണ്ട്. അതും കോവിഡിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു. കോവിഡിന് മുമ്പും വന്നു, കോവിഡിന് ശേഷവും വന്നു. വന്നിട്ടുണ്ട്. വാരിയാപുരം, വലിയകുളത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ചെറുപ്പ കാലഘട്ടങ്ങളിലൂടെ പോയെങ്കിലും കർത്താവിനോടൊരു സ്നേഹം എപ്പോഴാണ് തുടങ്ങി? കർത്താവിനോട് ആക്ച്വലി കൊച്ചിലൂടെ സ്നേഹമുണ്ടായിരുന്നു. എൻ്റെ അപ്പച്ചൻ്റെ കൂടെയാണ് ഞാൻ വളർന്നത്. അമ്മച്ചി മരിച്ചു പോയായിരുന്നു അപ്പോഴത്തേന്. അമ്മച്ചി 78 മരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഗ്രൂപ്പ് ആകുന്ന 83 അപ്പച്ചൻ മരിക്കുന്നത്. അപ്പച്ചനൊരു എസ്റ്റേറ്റ് ലൈഫിൽ ഒരു മനുഷ്യനായിരുന്നു. അപ്പച്ചൻ ഭയങ്കര സുവിശേഷ വാൽപ്പാവുള്ള ഒരാളായിരുന്നു. അപ്പോൾ അപ്പച്ചനിങ്ങനെ എല്ലായിടത്തും, അപ്പച്ചൻ കയറാത്ത വീടുകൾ റാന്നിയിലില്ല. അപ്പച്ചൻ എല്ലാ വീട്ടിലും കയറി സുവിശേഷം പറയും, പരസ്യവും നടത്തും തന്നെ. അപ്പച്ചൻ്റെ കൂടെ ഒരു ഉണ്ണിയപ്പച്ചനുണ്ടായിരുന്നു. ഒരു കുറേ പേര് ഇങ്ങനെ പോകും. അപ്പോൾ ആ കൂട്ടത്തിൽ എന്നെയും കൊണ്ടുപോയിരുന്നു. അപ്പച്ചൻ വിളിച്ച് പറയും, ഞാൻ ഏറ്റു പറയും. അതിങ്ങനെ റോഡിൽ പോകുമ്പം വിളിച്ച് പറയിപ്പിക്കും. വിശ്വസിക്കാൻ സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷയുടെ അകപ്പെടും. കർത്താവായ യേശു വിശ്വസിക്കുക എന്ന നീ നിൻ്റെ കൂടെ രക്ഷ വായിക്കുന്ന രേഖനാപത്തന്നെ വിശ്വസിക്കുന്നവർ നശിപ്പോ നിത്യം പ്രാപിക്കണം. നീ നിൻ്റെ എളുപ്പത്തന്നെ നൽകുന്ന എന്തൊക്കെയാണ് ലോകത്തെ സ്നേഹിക്കും. അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ പറയും, ഞാൻ ഏറ്റു പറയും. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അപ്പച്ചനൊരു നല്ല മലയാളം ഒരു ഒഴുക്കുണ്ടായിരുന്നു അവർക്കെല്ലാവരും. സോ ഫാമിലി അവർക്കങ്ങനെ ഒരു മലയാളം നല്ല അപ്പച്ചൻ എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യായിരുന്നു, ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. അപ്പോൾ അപ്പച്ചൻ എന്നാണ് പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അപ്പച്ചനൊരു കപ്പത്തണ്ടിങ്ങനെ നാട്ടി വെച്ചിട്ട് അകത്തെ ഒരു ചിരട്ടത്തവി കെട്ടും. അപ്പോൾ അതാണ് മൈക്ക്. കപ്പത്തണ്ടിങ്ങനെ ചേട്ടത്. അപ്പോൾ എൻ്റെ ഇങ്ങനെ കൊണ്ടു നിർത്തും. ഇതാണ് മൈക്ക്, പ്രസംഗിച്ചോളാൻ പറയും. അപ്പച്ചനാണ് ഓഡിയൻസ്. അപ്പം അന്ന് അങ്ങനെയാണ് പ്രസംഗിക്കാൻ പഠിച്ചത്. അപ്പോൾ ജസ്റ്റേഴ്സ് പഠിപ്പിക്കുമായിരുന്നു, ഐ കോണ്ടാക്ട്. ഞാൻ ഈ ഐ കോണ്ടാക്ട് ജസ്റ്റേഴ്സൊക്കെ മുന്നേ എവിടെയാണ് പഠിച്ചത്? ഞാൻ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. ഓക്കെ. നമുക്ക് ഈ ഹോമിലറ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ ഐ കോണ്ടാക്റ്റിനെ കുറിച്ച്. അപ്പം ഞാൻ പിന്നെ സെമിനാരി വന്ന് ഐ കോണ്ടാക്റ്റും ജസ്റ്റേഴ്സും എല്ലാം പഠിപ്പിക്കുമ്പോൾ ഞാൻ അത് ഓർത്തേ. ഇതെല്ലാം ഇവർ പറയുന്നതിന് മുമ്പ് തന്നെ അപ്പച്ചൻ അതൊക്കെ എന്നെ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഒരു അനുഭവമായിരുന്നു. അപ്പച്ചൻ 83 മരിച്ചു. ആ ഒരു സമയത്ത് കർത്താവുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ അതൊരു പേഴ്സണൽ ബന്ധമായിട്ടൊക്കെ മാറുന്നത് പരിശുദ്ധാത്മശാനം പ്രാപിച്ചതോടുകൂടിയാണ്. അപ്പം ഒരു 6ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തെ ഞങ്ങളുടെ വീട്ടിലെന്നും പ്രാർത്ഥനയാണ്. ഉപവാസം പ്രാർത്ഥന ആളെ പേര് മനസ്സിലായി. അപ്പം ഞാനൊരു 6th അങ്ങോട്ട് പഠിക്കുമ്പോൾ 6th 7th പഠിക്കുമ്പോൾ ഒരു കൂട്ടായ്മ, അതായത് ഞങ്ങളുടെ അവധിക്ക് എല്ലാവർക്കും വേണ്ടി കാത്തിരിപ്പിക്കാൻ വെച്ചു. അത് എനിക്കിപ്പോൾ സത്യത്തിൽ ആ ഒരു വിഷയം സ്ട്രെസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പറയും കാത്തിരിപ്പിക്കാൻ വെച്ചു. അപ്പം ഞങ്ങളുടെ കൂടെ അന്ന് കുറേ പ്ലാനുണ്ട്. പക്ഷേ എൻ്റെ പെങ്ങൾ ആ പ്രായത്തിൽപ്പെട്ട 6ാം ക്ലാസ് 7ാം ക്ലാസ്സൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ആ ബാച്ചിൽപ്പെട്ട ഒരു 10-20 പിള്ളേരുണ്ട് ആ ബാച്ചിൽ. അതായത് ആ ഒരു ഏതാണ്ടൊരു സ്കൂളിങ്ങാണ്, അല്ലെ കോളേജ് പിള്ളേരല്ല. കോളേജ് ഗോയിങ് വേറെയാണ്. ഞങ്ങളുടെ ഒരു ഗാങ് ഒരു മനോജ് ഇപ്പം ദുബായിലാണ്. ഞാൻ മനോജ്, ഷേർലി, എൻ്റെ പെങ്ങള്, പിന്നെ കുറേ പേര്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുന്നവരെല്ലാം ആത്മസ്നാനം പ്രാപിച്ചു. അതെനിക്ക് തോന്നുന്നു 85 ഒക്കെയാണ്. ഞാനൊരു 7th വരെ എല്ലാവരും പരിശുദ്ധം, എനിക്ക് മാത്രം കിട്ടിയില്ല. ഞാനാണ് സത്യത്തിൽ ഇതെല്ലാം കണ്ടക്ട് ചെയ്തത്, കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരും വിളിച്ചുകൊണ്ടൊക്കെ വിളിച്ചുകൊണ്ട് വന്നാൽ എനിക്ക് കിട്ടിയില്ല. എല്ലാവരും അത് പിന്നെ ഭയങ്കര എക്സ്പീരിയൻസാണ്. അപ്പം നമ്മൾ ഈ
ഈ പ്രാപിച്ചവരെല്ലാം കൂടെ വട്ടത്തിൽ ഈ ആത്മശാനം പ്രാപിച്ചവരെല്ലാം കൂടെ വട്ടത്തിയിരിക്കും, പ്രാപിക്കാത്തവനെ നടുക്കിരുത്തും. എന്നിട്ട് ഇവരെല്ലാം കൂടെ നമ്മൾ കത്തിക്കുകയാണ്. നമ്മുടെ നാടൻ ഒരു പെന്തക്കോസ്തൽ ഭാഷ പറഞ്ഞ അപ്പം കത്തിക്കും. അവർ പ്രാപിക്കുമ്പോൾ ആ പുള്ളിയെ മാറ്റി പ്രാപിക്കാത്തവനെ വീണ്ടും നടുക്കൊണ്ടിരുത്തും. കണ്ടിട്ടുണ്ടോ അതൊക്കെ? കണ്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് എക്സ്പീരിയൻസ് പറഞ്ഞാൽ വട്ടാന്ന് പറയും. പ്രാപിച്ചവരെല്ലാം കൂടെ വട്ടത്തിയിരിക്കും, പ്രാപിച്ചവരെല്ലാം കൂടെ വട്ടത്തിയിരിക്കും, പ്രാപിക്കാത്തവനെ നടക്കും. എന്നിട്ട് ഇവരിരുന്ന് കത്തിക്കും. നമ്മൾക്കിതെല്ലാം കാണുമ്പോൾ ആദ്യം ഫണ്ണിയായിട്ട് തോന്നും. പിന്നെ നമ്മൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവർ രണ്ടഞ്ഞു ഭാഷ പറയുമ്പോൾ തന്നെ അവരെ പിടിച്ച് മാറ്റി ഇരുന്നിട്ട് അടുത്ത ആളെ കയറ്റിയിരുന്നത്. അങ്ങനെ ഇരുന്നിരുന്ന് അവസാനം ഈ കിട്ടാത്ത ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അത് ഭയങ്കര സങ്കടമായിപ്പോയി. അന്ന് പക്ഷേ എനിക്കൊരു കണ്ണീരിൻ്റെ ആത്മാവ് കിട്ടി. അന്ന് ഒത്തിരി കരഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ കരഞ്ഞ് മയങ്ങിപ്പോകുന്നു. ഓൾമോസ്റ്റ് ഐ വാസ് അബൌട്ട് ടു ഫെയ്റ്റ്. അപ്പോൾ തന്നെ എല്ലാവരും കരഞ്ഞു. എല്ലാവർക്കും കിട്ടി കൊച്ചൻ്റെ കരച്ചിൽ കണ്ടു. നമുക്ക് പരിശുദ്ധന് വേണ്ടിയുള്ള കരച്ചിലാണ്. അന്ന് അങ്ങനെ ഒരു ഭയങ്കര ഒരു കണ്ണീരിൻ്റെ ഒരു അനുഭവം ഉണ്ടായി. അത് പിന്നെ ഇങ്ങനെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആ കണ്ണീർ ഇപ്പോഴും ഉണ്ട്. ദൈവകൃപ. അന്നത് ഇത് കിട്ടാൻ വേണ്ടിയുള്ളൊരു കണ്ണീരാണ്. അപ്പം ഞാനിങ്ങനെ കരഞ്ഞ് മയങ്ങുന്ന കണ്ടപ്പം എല്ലാവരും കരഞ്ഞു. അവിടുന്ന് പ്രായമുള്ള അമ്മമാരൊക്കെ ഉണ്ട്, എൻ്റെ അമ്മ ഒത്തിരി പേരുണ്ട്. ഈ കൊച്ചൻ്റെ കരച്ചിൽ കണ്ടപ്പം അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, ദൈവത്തിനായിട്ടുള്ളൊരു ദാഹം. അതൊരനുഭവമായിരുന്നു. അപ്പോൾ അന്ന് പരിശുദ്ധാത്മാനം പ്രാപിച്ചു. ഇന്ന് പക്ഷേ വലിയൊരു രസം ഞാൻ ചോദിച്ചാൽ ആ കൂട്ടത്തിലുള്ള മിക്കവരും രക്ഷപ്പെട്ടു കേട്ടോ. ഞങ്ങളുടെ ആ ബാച്ചിലുണ്ടായിരുന്നവരെല്ലാം രക്ഷപ്പെട്ടു. കർത്താവിനെ അറിയാമെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അന്ന് അങ്ങനെ ഒരു ഭാരം ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ആത്മശാനം പ്രാപിച്ചപ്പോൾ നമുക്ക് ഈ കുസൃതിയൊക്കെ കാണിക്കാൻ പേടിയായിരുന്നു. കാരണം ഇത് പിന്നെ ഇതും നഷ്ടപ്പെടുമെന്നൊരു പേടി, ഒരു ഭയം. എന്നാലും നമ്മൾ അത്യാവശ്യം വഴക്കമൊക്കെ ഉണ്ടാക്കുമല്ലോ. ഒരു 6-7 ക്ലാസ്. എന്താ പറയുക, ഞങ്ങൾ ഈ ഫാമിലിക്കാരെ ഇച്ചിരി ഒരു പഴക്കാളികളാണെന്ന് പറയാറുണ്ട്. ആയിരിക്കും വല്യപ്പനൊക്കെ നമ്മുടെ ഒരു ആ സ്വഭാവമൊക്കെ ഇച്ചിരി കാണുമല്ലോ. ഈ സ്കൂളിൽ അടിയുണ്ടാക്കും. എന്നെ അടിച്ചാൽ ഞാൻ അടിക്കുമായിരുന്നു. അടിക്കുന്ന വലിയ വഴക്കൊന്നും പറയാൻ കടിച്ച് പറിക്കുമോ ഇടിക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഈ അടിച്ചൊക്കെ കഴിയുമ്പോൾ പിന്നെ ഭയങ്കര സങ്കടമാണ്. ഈ പരിശുദ്ധാത്മാ പോയെന്നുള്ള സങ്കടം. അപ്പോൾ ഓടി ബാത്റൂമിൽ പോവും, സ്കൂളിൻ്റെ മൂത്രപ്പേരെ പോവും. അവിടെ പോയി അന്യഭാഷ പറഞ്ഞു നോക്കും പോയോന്ന്. ഇത് പേടിയാ പോവോ കർത്താവേ പോകല്ലോ, കാരണം ഇത് ഒത്തിരി കരഞ്ഞു കിട്ടിയ സാധനം. അതെ, അത് പക്ഷേ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായിരുന്നു. ഏതായത് പോകരുത്തുള്ളൊരു ഒരു ചിന്തയുണ്ടായിരുന്നു. പരിശുദ്ധാത്മാഭിഷേകം വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ വില പാസ്റ്റിന് നന്നായിട്ട് അറിയാം. കരഞ്ഞു അത് തന്നെയല്ലേ ഞാനത് പറയാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമുണ്ട്. അന്നത് പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പലയിടത്തു നിന്നും പിടിച്ചു നിൽക്കാനൊത്തത്. ഒന്ന് ഇതിനോടൊരു ഭയം ഉണ്ടായിരുന്നു, കളയരുതെന്നുള്ളൊരു ഒത്തിരി കരഞ്ഞു കിട്ടിയ. അതെ. അപ്പോൾ നമുക്ക് പിന്നെ അതിനോട് പാപം ചെയ്താൽ ഇത് നഷ്ടപ്പെടും, പരിശുദ്ധാത്മാവ് ദുഃഖിക്കപ്പെടും, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ എന്നും കൂട്ടായ്മയായിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു അന്തരീക്ഷമേ. ഞാനതെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ വളർന്ന സാഹചര്യത്തിൽ നമ്മൾ മുമ്പേ ചോദിച്ചൊരു ചോദ്യമില്ല കുട്ടിക്കാലം. ഞങ്ങളുടെ വീട്ടിലായിരുന്നു ചർച്ച്. ഞാനൊരു 88-ലാണ് ഞങ്ങളൊരു ഹോള് പണിയുന്നത്. അതും വീടിനോട് ചേർന്ന്. അപ്പോൾ നമ്മുടെ വീട് പാസനേജായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങളുടെ ചർച്ചിലുള്ള നമ്മുടെ അന്നും ഇന്നും എല്ലാം ചർച്ചിലുള്ള പിള്ളേരെല്ലാം വീട്ടിലാണ്. ഒത്തിരി പേര് ശനിയാഴ്ച വരും. പിന്നെ ഈ മന്ദൻ്റെ ഉപവാസ പ്രാർത്ഥന കാത്തിരിപ്പിയോ എന്നൊക്കെ പറയുമ്പം കൊച്ചുങ്ങളെല്ലാം വീട്ടിലാണ്. ആൺപിള്ളേരെല്ലാം ഹോളിൽ പോയി കിടക്കും, പെൺപിള്ളേരെല്ലാം വീട്ടിൽ കിടക്കും. ഒന്നീ വൈകിട്ട് കപ്പയോ കഞ്ഞിയോ ഒക്കെ എല്ലാവരും കൂടെ ഉപയോഗിക്കും. അതുകൊണ്ട് ഈ ദേവാലയം വിട്ടുപിരിയാതെ ജീവിച്ച ഒത്തിരി പിള്ളേരൊന്നും ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ. ഇന്ന് സത്യത്തിൽ അത് നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം അങ്ങനെ കൂട്ടായ്മകൾ മാത്രമല്ല മോനെ, ഞാൻ ഈ പെന്തക്കോസ്റ്റൽ ചർച്ചുകൾ, ഞാൻ ബീങ് എ പെന്തക്കോസ്റ്റൽ പാസ്റ്റർ, നമ്മുടെ ക്യാപ്ഷൻ എന്തായിരുന്നു? ഞാനൊരു ഉപദേശി. അപ്പോൾ ഞാൻ ഉപദേശി എനിക്ക് ഇഷ്ടപ്പെട്ടു. പണ്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ CPA ഉപദേശിയുടെ മകൻ. കേട്ടിട്ടുണ്ടോ? അത് നല്ലൊരു പുള്ളിയൊരു അന്നതൊരു വിവാദമൊക്കെ ഉണ്ടാക്കിയ അമേരിക്കയിൽ നിന്നുള്ള അദ്ദേഹം തന്നെ അനുഭവമാണ്. അത് പുസ്തകമായിട്ടുണ്ട് ഉപദേശിയുടെ മകൻ. ഞാനത് വായിച്ചു. അപ്പോൾ നമ്മുടെ ഒരു ഉപദേശിയുടെ വീടെന്നൊക്കെ പറയുന്നത് അന്ന് എല്ലാവരും വീട്ടിൽ വരുമായിരുന്നു. ഈ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ഉപവാസിക്കുന്ന പിള്ളേരെല്ലാം വീട്ടിലാണ് കിടക്കുന്നത്. വൈകുന്നേരം ഉപവാസം കഴിഞ്ഞിട്ട് രാത്രി വീണ്ടും ഒരു പ്രാർത്ഥനയുണ്ട്.
അർദ്ധരാത്രി പ്രാർത്ഥന എല്ലാവരും കൂടി ഇരുന്ന് വട്ടത്തെ കഞ്ഞി കുടിച്ചിട്ടിരുന്ന് കഞ്ഞി കുടിക്കുന്നവർ കഞ്ഞി കുടിക്കും, ഒരു നേരം ഉപസിക്കുന്നവർ ഉപസിക്കും, എല്ലാവരും അല്ലാത്തവരും ചായ കുടിക്കും എന്നിട്ട് വട്ടത്തെ. അപ്പോൾ ഇവരാരും ഈ അവധിക്കാലം എല്ലാം ചർച്ചിലാണ്. പിന്നെ ഒത്തിരി പേര് ശനിയാഴ്ച രാത്രി ഇങ്ങ് വരും, അവിടെ തന്നെ കിടക്കും, കാത്തിരിപ്പിയോഗം. അതുകൊണ്ടൊരു ഗുണമുണ്ടായിട്ടുള്ളത് എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും ഈ പള്ളിയുമായിട്ട് അറ്റാച്ച്ഡായിരുന്നു. ഞാനത് എൻ്റെ ഒരു ഭയങ്കര ഒരു ദർശനമാണ് ആ ഒരു സംഭവം. നമുക്കിന്ന് അത് ഫുള്ളി പ്രാക്ടീസ് ചെയ്യാൻ ഒക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വി ആർ റെഡി ടു, പക്ഷേ കുടുംബങ്ങൾ അതിന് തയ്യാറാകുന്നില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു അനുഭവം ഉണ്ടായിരുന്നു. സമ്മറിൽ കൂടുതലും പ്രാർത്ഥനകളാണ്, ചർച്ചിലുകളാണ്. അപ്പോൾ എപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നും പോയി നിൽക്കും. ഈ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം ഞാൻ ഒരു കാര്യം പറയും. നമ്മുടെ ഈ പെന്തക്കോസ്ത് സഭകൾക്ക് ഉണ്ടായിരുന്ന ഒരു കുറച്ച് മൂല്യങ്ങളുണ്ട്. പക്ഷെ നമ്മളിന്ന് എല്ലാവരും ഭാരപ്പെടുന്നു. ഇപ്പം ഞാനും ഭാരപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഒരു വലിയ ഒരു കൺസേൺ ആണത്. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇപ്പം ഈ പറയുന്ന ഇപ്പം നിങ്ങളുടെ ഒരു പ്രായം അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിലും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 10-21 വയസ്സിൽ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മളൊരു സഭ കൊണ്ടുവന്ന പ്രാപ്തിയിലേക്ക് എത്തിയായിരുന്നു. വേണമെങ്കിൽ പിന്നാണ് നമ്മുടെ എന്നാലും ഒരു പ്രാപ്തി ഒട്ടിയെന്നുള്ള ഒരു കാര്യം ഇന്ന് തിരിഞ്ഞു നോക്കും വേണേൽ പറയാം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാച്ചിലായിരുന്നു വളർന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാം ഒത്തിരി പേര് ഉപദേശിമാരായി. അവരെല്ലാം വീട്ടിലാണ് കിടക്കുന്നത്. ഇന്ന് ഒത്തിരി കംഫർട്ടബിൾ ലൈഫ് അല്ല, അന്ന് എല്ലാവരും വീട്ടിൽ ചർച്ചുമായിട്ട് ബന്ധപ്പെടുമായിരുന്നു. നമ്മളിപ്പോഴും നോക്കിക്കണം, നമ്മുടെ ഇപ്പം ക്രൈസ്തവ സമൂഹം ഒരു കുടിയേറ്റ സമൂഹം. അന്ന് പിന്നെ അമേരിക്ക എല്ലാവരും ആദ്യത്തെ കുടിയാണ്, അത് കുറച്ച് പേരെ പോയുള്ളൂ. പക്ഷേ അവിടുന്ന് മലബാറിലോട്ട് പോയി. മലബാറിലോട്ടോ കണ്ണൂരോട്ടോ കോഴിക്കോട്, മലബാർ, കാസർഗോഡ്, മംഗലാപുരം എല്ലാം പോയ ക്രൈസ്തവ ഗ്രാമങ്ങളുണ്ട്, കുടിയേറ്റ ഗ്രാമങ്ങളുണ്ട്. അവിടെ എല്ലാം നോക്കിയാൽ ക്രിസ്ത്യാനികളാണ്. ഈ ക്രിസ്ത്യാനികൾ പോയിടത്ത് അവർ ചെയ്തൊരു കാര്യമുണ്ട്. 10 പേര് അവരാദ്യം പോവും, പിന്നെ അവിടെ 10 ചേട്ടാനിമാരെയും ബന്ധുക്കളെ കൊണ്ടുപോകും. 10 പേര് വന്നാൽ ഇവരുടനെ എന്തോ വെക്കും, ഒരു അച്ഛനെ കൊണ്ടുവരും. അച്ഛനെ കൊണ്ടുവന്നാൽ അല്ലെ ഒരു പള്ളി വെക്കും. പള്ളി വെച്ച് പിന്നെ അല്ലേ നമ്മുടെ ചർച്ച പള്ളി വെച്ചാൽ പിന്നെ എല്ലാവരും എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്? പള്ളിയുമായിട്ട്. അപ്പം നാട്ടിലൊരു ഉരുൾ പൊട്ടി, നാട്ടിലൊരു പുലി ഇറങ്ങി, ഒരു ആന ഇറങ്ങി, പള്ളി മണിയടിച്ചു, എല്ലാവരും പള്ളിയിൽ ചെന്നു. പിന്നെ പള്ളിയിൽ നിന്നാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുതന്നെയായിരുന്നു പെന്തക്കോസ്ത് ചർച്ചകളിലുണ്ടായ പാസനേജുമായിട്ട് ബന്ധപ്പെട്ടും സഭയുമായിട്ട് ബന്ധപ്പെട്ടും അവധിക്കാലം മുഴുവൻ ചിലവഴിച്ച ഒരു സമൂഹം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർ ദേവാലയം വിട്ടുപിരിയാതാണ്. പാഷമിച്ച് എല്ലാവർക്കും ഇന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെയാണ് നമുക്ക് അടിസ്ഥാനമായി. ഇന്ന് ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. സഭയോട് ചേർന്ന് ഇപ്പോൾ ഒരു ന്യൂജൻ അല്ലെങ്കിൽ ഒരു പുതിയ സഭ പണിതാൽ പാഷനേജ് താമസിക്കുന്ന പാസ്റ്റേഴ്സ് കുറവാണ്. എവിടെയാണ് മാറ്റം വരണ്ടേ? അവർ ദൂരെ പോവും. എന്താ വേണ്ടേ? ദേ നീഡ് പ്രൈവസി. അവരങ്ങ് ദൂരെ പോവും. അപ്പം നമുക്കൊരാവശ്യം നമ്മളോട് പോവും. എവിടെ പോവും? ഇവിടെ ബേസിക്കായിട്ട് കൺസെപ്റ്റ് ഉണ്ടാകുന്ന ഒരു പാസേജ് കൺസെപ്റ്റിലാണ് വളർന്നത്. ഞാൻ വളർന്ന കൺസെപ്റ്റിൽ രാത്രി ഞങ്ങളുടെ ഗേറ്റ് അടയ്ക്കത്തില്ല, നമുക്ക് ഗേറ്റ് ഇല്ലെന്ന്. മനസ്സിലായോ? എന്തും മനുഷ്യരെ രാത്രി പ്രാർത്ഥിക്കാൻ വരുന്നറിയാം. എവിടുന്നല്ലോ ദൂരെ നിന്ന് വരും. ഇപ്പം അങ്ങനൊന്നുമില്ല. അല്ല, ദൂരെ നിന്ന് വരുന്നത് എന്തിനാ? പിശാചിളകി, രോഗശാന്തി, പിശാചിളകും. ഈ ഭൂതം കയറും. അമ്മച്ചിക്ക് ഭൂതം കയറി, ആരാണ്? ഞാനാണ്, അമ്മച്ചിയാണ്, കൊച്ചമ്മയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പറയുന്നതിനെ എല്ലാം വിളിച്ച് കെട്ടി കൊണ്ടുവരും. അപ്പോൾ വേറെ വലിയ രസമുണ്ട്. ഈ കൊച്ചുങ്ങൾ രാത്രിക്കാരെ ഭയങ്കര കരച്ചിൽക്കാരെ. അപ്പോൾ ഇവരെ കൊണ്ട് ആശുപത്രി വരും. എന്ത് ചെയ്ത് ഈ കൊച്ചുങ്ങൾ ചിലപ്പോൾ ഈ പേടിച്ച് കാര്യം, ചെവിക്കാത്ത വേദനെടുത്ത് കാര്യം, പനിയും. അപ്പോൾ ഈ കരച്ചിൽ നിൽക്കാൻ വരുമ്പം നേഴ്സസ് അന്നുണ്ടായിരുന്ന നമ്മുടെ വീടും ഹോസ്പിറ്റലൊക്കെയാണ് താഴെ ഒരു ഉപദേശമുണ്ട്, പ്രാർത്ഥിക്കാൻ പറയും. എൻ്റെ മോനെ ഇവിടുന്നല്ലോ ആൾ രാത്രി പ്രാർത്ഥിക്കാൻ വരുമെന്നറിയാം. ആരെ? ഈ കൊച്ചുങ്ങളുമായിട്ട്, കരയുന്ന കൊച്ചുങ്ങളായിട്ട്. നമ്മളെ അർദ്ധരാത്രി പപ്പായ ഉണർത്തും. അപ്പായ അമ്മ കൂടെ എഴുന്നേറ്റ് വന്നേ കൊച്ചുണ്ട്. ഈ കരയുന്ന കൊച്ചിന് വേണ്ടി എൻ്റെ അപ്പ ഒരു പ്രാർത്ഥനയുണ്ട്. എന്നൊക്കെ പറയും. പേടിച്ചിട്ടാണ്, ഭൂതം പോയിട്ടാണ്, രോഗം വരേണ്ട കൊച്ചിൻ്റെ കാര്യത്തിൽ. അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. അങ്ങനെ എന്ത് മാത്രം പേര്. സത്യത്തെ അടയ്ക്കപ്പെടാത്ത ഒരു ഫാസ്റ്റേജുകൾ അവിടെ വളർന്ന് അവിടെ ചുറ്റിപ്പറ്റി കിടന്ന്. ഇപ്പം ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഒരു ശിവ് പാഷുണ്ട്, സാം പാഷുണ്ട്, അങ്ങനെ എത്രയോ പേര്. ഇവരെല്ലാം ചർച്ചിലാണ് കിടക്കുന്നത്. എല്ലാവരും പറയും ചർച്ചിൽ കിടന്ന്. അപ്പോൾ പെമ്പിള്ളേർ നമ്മുടെ വീട്ടിലായിരിക്കും. ഞങ്ങളുടെ അമ്മയൊക്കെ ഇങ്ങനെ ഭയങ്കര വിജിലൻ്റായിട്ടും ആമ്പിള്ളേരും പെമ്പിള്ളേരും കൂടെ കൂട്ടിമുട്ടാതെ എല്ലാവരും പറയും ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ ഉണ്ടായിങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. ഇത് ഞങ്ങളിത് ചർച്ച വിട്ടില്ലേ ഉണ്ടാകത്തില്ലേ? ചില പറയും ക്യാമ്പിൽ പോയ ഉടനെ എൻ്റെ കൊച്ചിനെ ഞാൻ വിടത്തില്ല, എൻ്റെ കൊച്ച് അതാണ്. ഈ ക്യാമ്പിൽ പോയാലേ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ. നമ്മളൊക്കെ ക്യാമ്പിൽ കിടന്ന് വളർന്ന, ക്യാമ്പിലൊന്നും ഉണ്ടാകത്തില്ല. കാരണം നമ്മളവിടുത്തെ കെയർഫുള്ളാണ്. ഞാൻ ക്യാമ്പിൽ പോകുമ്പോൾ ഞാൻ സ്ഥിരം ക്യാമ്പിൽ കിടക്കുന്നതാണ് കഴിവതും.
ഇപ്പം സത്യത്തിൽ നിലത്തൊക്കെ കിടക്കാൻ വൈകി ഒരു നടുവിനൊക്കെ പ്രശ്നമുള്ളത് ചിലപ്പം പോയി ഇച്ചിരി കംഫർട്ടായിട്ടൊക്കെ കിടക്കും. അപ്പം ഞാൻ നേരത്തെ അനൗൺസ് ചെയ്യും, പെൺപിള്ളേരിൻ്റെ നിലയിലായിരിക്കും, ആൺപിള്ളേരിൻ്റെ നിലയിലായിരിക്കും. രാത്രി എല്ലാത്തിനും കയറ്റി കിടത്ത് പറയും, വാതുക്കം ഞാൻ കിടപ്പുണ്ട്, ഞാനും ജെയിംസ് ഭാഷയൊക്കെ ഉണ്ട്, എങ്ങാണ് ഇറങ്ങി വരുവാണെങ്കിൽ എൻ്റെ നെഞ്ചത്തൂടെ ചവിട്ടിയാൽ നീയൊക്കെ പോകത്തുള്ളൂ. ചിലർക്ക് രാത്രി ഇങ്ങനെ ഇറങ്ങി വരുന്നത് നമ്മളെ കണ്ടിട്ട് തിരിച്ചോടി എനിക്ക് തോന്നുന്നൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഈ ചർച്ചയുമായിട്ട് ഇവരെവിടെ പോയാലും അപ്പം പിന്നെ കുടിയേറ്റമാണ്. എനിക്ക് സത്യത്തിൽ ഇവിടെ ഈ നമ്മുടെ ഈ ഇപ്പോൾ ഏതൊക്കെ പറഞ്ഞാലും ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ടെൽസ എന്ന് പറഞ്ഞ പിന്നെ ഒക്ലഹോമ സ്റ്റേറ്റിലെ ടെൽസ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ എനിക്ക് ഭയങ്കര സന്തോഷമൊന്നും. ഇവിടുത്തെ പാസ്റ്റർ അഖിലേഷ് പാസ്റ്റർ ചർച്ചയുള്ള കുറേ കുഞ്ഞുങ്ങളാണ്. ഈ അഖിലേഷ് പാസ്റ്ററിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു പ്രത്യേകത, മുഴുവൻ ഈ പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം ചർച്ചായിട്ട് ഇവിടുത്തെ ചർച്ചായിട്ട് എല്ലാം ചർച്ചിലുണ്ട്. എന്നാൽ യോഗം കഴിഞ്ഞിട്ട് എത്ര മണി കഴിഞ്ഞാൽ പോയത്? എല്ലാവർക്കും ചർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ജീവനാണ്. അതുകൊണ്ടാണ് പിന്നെ ചർച്ചയുള്ളതുകൊണ്ടാണ് നൈറ്റ് ക്ലബ്ബിൽ പോകാതെ. ശനിയാഴ്ച ചർച്ച അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ബാറിൽ പോകത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പോകത്തില്ല, നമുക്ക് സിനിമ കാണാൻ പോകത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം പോകത്തില്ലേ. ആരെന്താ അറിയുന്നു? അത് ഇവിടെ ഈ രാജ്യം ഈ ആരാണ്ടത്. പക്ഷേ യു ആർ അറ്റാച്ച്ഡ് വിത്ത് എ ചർച്ച്. ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ വി മേ ലൂസ് ദ നെക്സ്റ്റ് ജനറേഷൻ. നമ്മളിപ്പോൾ തലമുറ പോയി എന്നൊക്കെ പറഞ്ഞ് മകളും വെച്ചിട്ട് കാര്യമില്ല. ഇവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? വാട്ട് ക്യാൻ വി ഡു ഫോർ ദ നെക്സ്റ്റ് ജൻ? ദാറ്റ്സ് മൈ കൺസേൺ. വാട്ട് ക്യാൻ വി ഡു? ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇപ്പോൾ ചർച്ചകൾ തുറക്കപ്പെടട്ടെ. അത് വളരെ സത്യമാണ്. കാരണം 25 ബാർബിക്യൂ വെക്കട്ടെന്നേ, അൾട്ടിമേറ്റ്ലി വടം വലിക്കട്ടെന്നേ. ഞാനൊരു വട്ടം ഞങ്ങളുടെ ക്യാമ്പിൽ വടം വലിച്ചപ്പം ഞാൻ ഷർട്ട് ഊരിയിട്ട് തലയെ കെട്ടും കെട്ടി വടം വലിച്ചപ്പോൾ ആരാണ്ട് ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു, ഇന്ന് നിന്നെ കാണിക്കാമെന്ന് പറഞ്ഞു. ഏതാ വടം വലിച്ച? ഞാൻ പച്ചമലയാളത്തിൽ പറയുകയാണ്, തെറ്റണിക്കില്ല. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലിരുന്ന് ചെറുക്കൻ ആ പറഞ്ഞവനോട് ചോദിച്ചു, ഞങ്ങളുടെ പിന്നെ പ്രിൻസിപ്പാൾ ഞങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വടം വലിച്ചെന്നല്ലേ ഉള്ളൂ, ചെറ്റ വെക്കാൻ പോയില്ലല്ലോ, വേറെ എങ്ങും പോയിട്ടില്ല, ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ നിന്ന് ഷട്ടൂരി വടം വലിച്ചതല്ലേ, അതിൻ്റെ അങ്ങ് പറഞ്ഞു ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു. എടാ, നമ്മുടെ പിള്ളേർ നമ്മുടെ കൂടെ നിൽക്കണം, ഇതിന് ചർച്ചകൾ തുറക്കണം, അവിടെ ആക്ടിവിറ്റീസ് വേണം. അതുകൊണ്ട് നാളെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്തിനാ? ഈ ജസ്റ്റ് ടു അട്രാക്ട് ദ പീപ്പിൾ. ഒന്നും വേണ്ട, നമുക്ക് ഇച്ചിരി നല്ല ഫുഡ് ഫെസ്റ്റ് നടത്തിയാൽ മതി, ആളുകൾ വരും. പിന്നെ അവരോട് പറയണം, നിങ്ങൾ ബാർബിക്യൂ വെക്കാൻ പറയണം, ഞങ്ങൾ കപ്പ വയ്ക്കാൻ പറയണം. ഇവരെല്ലാം കൂടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ചെയ്താൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ പ്രാർത്ഥിക്കാൻ വിളി. പണ്ടൊരു വലിയ കുക്കറി ക്ലാസ് നടത്തുക. എന്താണ്? മൊയിൽ കറി വെക്കുക. മൊയിൽ കറി വെക്കുന്ന ഹൗ ടു മേക്ക് മൊയിൽ കറി, അതെങ്ങനെ നല്ല അടിപൊളി മൊയിൽ കറി വെക്കാം, മൊയിലിൻ്റെ ഗുണങ്ങളെല്ലാം വെച്ചപ്പോൾ ലാസ്റ്റിൽ ഒരാൾ ചോദിച്ചു, ഈ മൊയിലിനെ പിടിക്കുന്നത് എങ്ങനെയാണ്? മൊയിലിനെ പിടിക്കാതെ എങ്ങനെ മൊയിൽ കറി വെക്കാം? മൊയിലിനെ പിടിക്കണ്ടേ? ഈ മൊയിലിനെ പിടിക്കാനുള്ള ഒരു വഴി വേണ്ട, ഇവരെ ഒന്ന് അട്രാക്ട് ചെയ്യണം ആദ്യം. അതെ. അപ്പോൾ ഞങ്ങളുടെ ഞാൻ അന്ന് കണ്ട ഒരു പ്രത്യേകത, എല്ലാ പിള്ളേരും ചർച്ചിലായിരുന്നു. അതിനൊറ്റ കാരണം ഫുഡായിരുന്നു. ഫുഡെല്ലാം വെച്ച് കൊടുക്കുക. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ അപ്പച്ചൻ്റെ സമയത്ത് ഇതൊരു നഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ഒരു 60+ ഉള്ള ഒരാളെ ഞാൻ കണ്ടു. പുള്ളി ഇന്ന് അമേരിക്കയിലാണ്, മേ ബി 60+. അമേരിക്ക വെച്ച് ഞാൻ പറഞ്ഞു, അന്ന് ഇവർ സൺഡേ സ്കൂൾ പഠിക്കാൻ ഞങ്ങളുടെ അപ്പച്ചൻ അവരെല്ലാം യാക്കോബക്കാരൊക്കെയാണ്, നാട്ടിലുള്ള പിള്ളേരെ എല്ലാം കൂടെ കൂട്ടി അന്ന് ഞങ്ങളുടെ കൊച്ചു മുറ്റത്ത് സൺഡേ സ്കൂൾ അപ്പച്ചൻ വെക്കുമായിരുന്നു. സൺഡേ സ്കൂൾ വെച്ചിട്ട് ഇവരെയും കൊണ്ട് എന്ത് ചെയ്തു, ഈ പിള്ളേരെ എല്ലാം കൂടെ അന്നത്തെ കാലത്ത് ബസ്സേ കയറ്റി ആലപ്പുഴ ബീച്ചിൽ കൊണ്ടുപോയി. ആലപ്പുഴ ബീച്ചിലാണെന്ന് തോന്നുന്നു കൊണ്ടുപോയി, ആലപ്പുഴ ബീച്ചിൽ കൊണ്ടുപോയി തിരിച്ച് ചങ്ങനാശ്ശേരി വന്നിട്ട് ട്രെയിനെ കയറ്റി ചെങ്ങന്നൂർ ഇറങ്ങി. അപ്പോൾ അദ്ദേഹം എന്നോട് പറയണം, ആദ്യമായിട്ട് ട്രെയിനെ കയറുന്നത് സൺഡേ സ്കൂളിൽ പോയപ്പോഴാണ്. ആദ്യമായിട്ട് ബീച്ച് കണ്ടത് സൺഡേ സ്കൂളാണ്. പക്ഷേ സൺഡേ സ്കൂളിന് പോയപ്പോൾ ഈ ട്രെയിനിൽ ഇരുന്ന് ഒരു പാട്ട് പാടിയാണ് പോയത്. ആ പാട്ട് പാടിയത് ആവേശം സിനിമയ്ക്കകത്ത് കട്ട ചോര വെച്ച് സോഡ സർബത്തൊന്നുമല്ല പാടിയത്, ജയൻ ജയ ഹല്ലേലൂയ പാടിയ പോയി. ട്രെയിനകത്തിരുന്ന് പാട്ട് പാടി പോയിട്ടൊക്കെ വന്നപ്പോഴത്തേന് എങ്ങനെ പോയാലും ഇവരുടെ അകത്ത് സീഡ് കിടക്കും. അപ്പം നമുക്ക് ഈ ചർച്ചകൾ ഒന്നുകൂടെ ഓപ്പൺ ആകുകയും പാസ്റ്റേഴ്സ്, ഞാൻ പറയും എൻ്റെ വർഗം ഒരു പരിധി വരെ അവർ ഓപ്പൺ ആകണം. പിള്ളേരെല്ലാം നമ്മുടെ ചർച്ചയിൽ കൂട്ടണം. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ ഇത്രയും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നിങ്ങൾ ഒരു വലിയ പ്രൊഫഷണൽ സെറ്റപ്പ്, ഞാനൊരു ഇച്ചിരി പ്രൊഫഷണൽ സെറ്റപ്പൊക്കെ എനിക്ക് ക്യാമറയെ പറ്റിയൊന്നും അറിയത്തില്ലേ പോലും, ഒരു 5 വർഷമായിട്ട് പൗർഷൻ ആയതുകൊണ്ട് ഇങ്ങനെ കൊണ്ടോ ക്യാമറ ഒക്കെ വെക്കുന്നു, അതൊക്കെ മണിക്കൂറുകൾ ഓടുന്നതാണ്. ഈ 24 hours ഓഫ് ആകുന്ന ക്യാമറയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൻ്റെ ലൈറ്റ്സ് ഒരു ലൈറ്റിനൊക്കെ ഏതാണ്ട് ഇപ്പോൾ 5 ലക്ഷം രൂപ അതൊക്കെ വെക്കുന്നത്. അപ്പോൾ
അതിൻ്റെ ഒരു സെറ്റപ്പുണ്ട്. ഈ ഒരു സെറ്റപ്പ് ഒന്നും കാര്യമായിട്ടില്ലാതെ നമ്മുടെ കൊച്ചു ക്യാമറയെ നിങ്ങൾക്കിത് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടായത് എന്തുകൊണ്ടാണ്? കർത്താവിനോടുള്ള ഉള്ളിൽ സ്നേഹം കൊണ്ട്. ഉള്ളിൽ സ്നേഹമുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനൊക്കെ. യു കുഡ് ഹാവ് ഡൺ ലോട്ട് ഓഫ് തിങ്സ് അല്ലേ? ഒന്നുമില്ല, ചുമ്മാ കിടന്ന് ഉറങ്ങത്തില്ലേ? നല്ലൊരു ബിഗ് ഡേയിൽ ഒരു ഉച്ചയ്ക്ക്, ഇപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക്, നിങ്ങൾ തന്നെ രാവിലെ വന്ന് എഴുന്നേൽപ്പിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ ഐ റെസ്പെക്റ്റ് യു. അതുകൊണ്ടാണ് ചോദിച്ചാൽ, നിങ്ങൾ വളർന്ന ഒരു ചർച്ചിൻ്റെ കൺസെപ്റ്റും ഇവിടെ വന്നപ്പോൾ ഒരു ചർച്ച്, ഇവിടുത്തെ ചർച്ച ഞങ്ങൾ ഒത്തിരി മാറ്റി. അത് മാത്രമല്ല പ്രശ്നങ്ങളെ, നമ്മുടെയൊക്കെ ചർച്ചകളിൽ പലപ്പോഴും കാണുന്നത് 10-30 വർഷമായി ഒരേ സ്ട്രാറ്റജിയാണ്, ഒരു മാറ്റമില്ല. ഈ സ്ട്രാറ്റജിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പം തന്നെ ഈ ആരാധനയെ നമ്മളെ ഇപ്പം ചേഞ്ചിന് വേണ്ടി ചേഞ്ച് ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു എൻ്റെ ഒരു ഇപ്പം ഞങ്ങൾ പൗരുഷനുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ കൃപയാൽ 19 ആ കോവിഡിൻ്റെ സമയം എന്നാണ് നമ്മൾ കാണുന്നത് അല്ലേ? കോഴി വെച്ച് നമ്മൾ നാട്ടിൽ വെച്ച് കാണുന്നത് ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അതിന് മുമ്പ് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അന്ന് ഞാൻ അവിടെ ഇല്ല, മോൻ അവിടെ ഇല്ല. അപ്പം കോവിഡിൻ്റെ സമയത്ത് വന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ശബ്ദം കേട്ടോ. ഞാൻ ശരിക്കും പൗരുഷന് അന്ന് റെനി വെസ്ലി ഉണ്ട്. റെനി വെസ്ലി അറിയാം, നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിൽ വർക്ക് ചെയ്യുന്നത്, കിഡ്സിലൊക്കെ വർക്ക് ചെയ്യുന്നത് അവർ. അപ്പം ഞാനും റെനി എല്ലാം കൂടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേട്ടൊരു ശബ്ദമാണ്, നിങ്ങൾ എൻ്റെ കുഞ്ഞാടുകൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ഞാൻ ആ വാക്ക് കേട്ടു, കുഞ്ഞാടുകൾ. അങ്ങനെയാണ് ജീസസ് ലാംസ് എന്നുള്ള കുഞ്ഞാടുകൾ എന്നുള്ളത്. അതും അങ്ങനെയാണ് യേശു കർത്താവിൻ്റെ കുഞ്ഞാടുകളെ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പം കുഞ്ഞാടുകൾക്ക് വേണ്ടി അപ്പം പിള്ളേരെല്ലാം എന്തോന്ന് വിളിയാക്കാൻ തുടങ്ങി. എവിടെ? കോവിഡില്ല, ഓൺലൈനില്ല. മനസ്സിലാക്കണം, ഓൺലൈനിലാണ്. അങ്ങനെ ഓൺലൈൻ VBSകൾ തുടങ്ങി. പക്ഷേ ഞങ്ങൾക്കൊരു 1000 കുഞ്ഞാടുകളുണ്ട്. ഞാൻ എവിടെല്ലാം ചെന്നാലും ഓരോരുത്തരെ കൊണ്ടുവന്നിട്ട് അവരുടെ അമ്മമാരും അമ്മച്ചിമാരും പറയും, പാസ്റ്റർ കുഞ്ഞാടായത് ഏതാ നമ്മൾ. അതെ, അത് കഴിഞ്ഞ് കുറച്ചാണ്ട് കഴിഞ്ഞ് ഒരു ഡ്രഗ്സിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി. അത് ഭയങ്കര ബേർഡനായപ്പോഴാണ് എനിക്ക് ദൈവം ഒരു പേര് തന്നു. അത് AYP എന്ന് പറഞ്ഞ ഒരു കോൺഫറൻസാണ്, അറൈസ് യങ് പേഴ്സൺ. അതിൻ്റെ വാക്ക് കിട്ടുന്നത് കർത്താവായ യേശുക്രിസ്തു നായിം പട്ടണത്തിലോട്ട് വരികയാണ്, വിധവയുടെ മകനെ തൊടുകയാണ്. അത് ഭയങ്കര ഒരു പ്രചോദനം ആദ്യം നിന്നുണ്ടായി. എന്നാ കാര്യം ചോദിച്ചാൽ, വിധവയെന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്ത സങ്കടമാണ്. ആരുമില്ലാത്തവരാ നമ്മുടെ നാട്ടിൽ. വിധവയ്ക്ക് വല്ലാത്ത ഒരു എന്താണ് പറയുക, ദുശകനമാണ് വിധവ. അതുകൊണ്ടാണ് സതി ഉണ്ടായിരുന്നത്. കാരണം ഒരാൾ ഭർത്താവ് മരിച്ചാൽ പിന്നെ അവളെ ജീവിക്കാൻ പാടില്ല, അവൾ അനാഥയാണ്, വിധവയാണ്. ആ വിധവയെ കുത്തിക്കൊല്ലുന്നതിന് തീയിലിട്ട് കൊള്ളുക സതി. ഇവൾ വിധവയാണ്. പിന്നെ അവിടെ ലോകം ചെറുതായി, അവിടെ ആകാശം ചെറുതായി. കാരണം ഒരു സ്ത്രീയുടെ ലോകം എന്ന് പറയുന്നത് അവളും അവിടെ ഭർത്താവും കുഞ്ഞുങ്ങളും. അവിടെ ഭർത്താവ് പോയപ്പോൾ അവൾ വിധവയായി, അവിടെ സ്റ്റാറ്റസ് മാറി. ഇനി അവൾക്ക് ആകെയുള്ളതൊരു മോനാണ്. ആ മോനും എന്ത് ചെയ്തു? മരിച്ചു. പക്ഷേ കർത്താവ് ആ മോൻ്റെ മഞ്ചത്തെ തൊട്ടിട്ട് പറയുന്നൊരു വാക്കുണ്ട്, റൈസ് യങ് പേഴ്സൺ, യങ് മാൻ. അവിടെ നിന്നാണ് നമ്മളെ ഒരു ഇൻക്ലൂസീവായിട്ട് അതൊരു പേഴ്സൺ ആക്കിയത്. AYP കോൺഫറൻസുകൾ നടത്തി, പലയിടത്ത് പറ്റുത്തി റാന്നി നടത്തി. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഞാൻ അതിൻ്റെ ലൈവ് ഒക്കെ കണ്ടായിരുന്നു. മോനെ റാന്നി നടത്തിയപ്പോൾ ഇത് ദൈവം തന്നൊരു പേരാണ് AYP. ഞങ്ങൾ പൗരുഷി കുറേ കോൺഫറൻസ് നടത്തി അവധിക്ക്. അതിനകത്തുനിന്ന് ഒത്തിരി പേര് കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചു. ഒത്തിരി പേര് റോങ് ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വന്നു. ഭയങ്കര 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 ട്രാപ്പിലായിപ്പോയിട്ട് പിള്ളേരൊക്കെ ദേ കെയിം ഔട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് കർത്താവ് പിന്നെയും ചോദിക്കുകയാണ്, എന്ത് ചെയ്യാനൊക്കെ. അപ്പം ഞങ്ങളുടെ ടോണി സാറൊക്കെ ഉണ്ട്, അത് പൗരുഷനെ CEO. അദ്ദേഹത്തോടൊക്കെ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു കോൺഫറൻസ് നടത്താം. ഞാനത് റാന്നി കണ്ടക്ട് ചെയ്യും. നമുക്ക് ഞങ്ങളുടെ വലിയ പ്രശ്നമാണ് ഫണ്ട് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഫണ്ട് ഒത്തിരി ബുദ്ധിമുട്ടിൽ കൂടാണ് പൗരുഷം പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഫണ്ടാണ് പ്രശ്നമെങ്കിൽ ഫണ്ട് കിട്ടിയാൽ നമുക്ക് നടത്താൻ നോക്കും. അപ്പം ഞങ്ങളുടെ ആ ടീമിലെ പ്രത്യേകിച്ച് ടോണി സാർ എന്നൊക്കെ പുള്ളിയുടെ അതിൻ്റെ CEO. ഇനി ഫണ്ട് വന്നാൽ പിന്നെ നമുക്ക് നടത്തുന്നതന്നെ, നമുക്ക് ഫണ്ടാണ് നമ്മുടെ പ്രശ്നം. ഞാൻ പറഞ്ഞു, ഫണ്ട് കർത്താവിന് പ്രശ്നമാണോ? എൻ്റെ കൊച്ചുങ്ങൾക്ക് വേണ്ടി കർത്താവിന് ഫണ്ടാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ഫണ്ട് പ്രശ്നമില്ലല്ലോ. ഇല്ല, ഞാൻ വിശ്വാസത്തിൽ പോയിട്ട് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. അപ്പോഴാണ് സ്റ്റേറ്റ്സിലുള്ള ഒരു കുഞ്ഞിന് ജോലി കിട്ടിയപ്പോൾ ആ മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കുറേ നാൾ ജോലി പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ജോലി കിട്ടി, എൻ്റെ ആദ്യത്തെ ശമ്പളം എന്തോ ചെയ്യണം. ഞാൻ പറഞ്ഞു, കുഞ്ഞെ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പാസ്റ്ററെ വിളിച്ച് ചോദിക്കണമെന്ന് നിയമം തോന്നി. വാട്ട് ക്യാൻ ഐ ഡു? ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഒരു കോൺഫറൻസ് നടത്താതിരിക്കും. ആ മോൾ എനിക്ക് 8 ലക്ഷം രൂപ അയച്ചു തന്നു. പൗരുഷനായി, എനിക്കല്ല, പൗരുഷൻ അയച്ചു. അപ്പോൾ ഫണ്ടായേ. പിന്നെ ഞങ്ങളൊരു പബ്ലിക് ഹോളിഡേ വെച്ചു. പബ്ലിക് ഹോളിഡേ വെച്ചപ്പോൾ അത് എൻ്റെ ദൈവമേ അത് മാറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെന്നും പ്രാർത്ഥനയായി. ചുരുക്കത്തിൽ
ദേശം ചുറ്റി പ്രാർത്ഥിച്ചു. 2500-3000 കുട്ടികൾ അവിടെ പല വട്ടമായിട്ട് കയറി വന്നു. അതെ. അതിനകത്ത് 1000-ലേറെ കുട്ടികൾ ആത്മസ്നാനം പ്രാപിച്ചു, അതെ, സ്നാനപ്പെട്ടു, കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ബൈബിൾ കോളേജുകളിൽ പോയി. ഒരു കോൺഫറൻസാണ്, അതൊരു ദർശനമാണ്, അതെ, ഒരു ഭാരമാണ്. ആ ഭാരത്തോടെ നമ്മൾ എന്ത് ചെയ്താലും സക്സസ് ആവും. വി ആർ നോട്ട് കണ്ടക്ടിങ് സംതിങ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് സംതിങ്. ഈ കർത്താവ് ഈ മഞ്ചത്തെ തൊടും. അതെ. ഇന്നെല്ലാവരും ഒരു മഞ്ചം വഹിക്കുകയാണ്, ജീവനുള്ള ഒരു മഞ്ചത്തിലാണ് എല്ലാവരും. അതെ. ഒരു പരിധി വരെ ജീവനുള്ളവനെന്ന് പേരെങ്കിലും മഞ്ചത്തിനാണ്. മരിച്ചവരാ എന്ന് പറഞ്ഞാൽ ആൾ മരിച്ചതെന്ന് പറഞ്ഞാൽ എന്താ, ജീവനോ നല്ല സ്യൂട്ടാണ്, കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പണ്ടാണ്ട് പറഞ്ഞ പോലെ വാ തുറന്നാലേ വിൽക്കത്തുള്ളൂ. വാ തുറക്കാതിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ പോലെ. മഞ്ചത്തിലാണ്, ഭയങ്കര ഒരുക്കമാണ്, നല്ല സ്മാർട്ടാണ്, ആളെ കണ്ട യോഗ്യനാണ്, പക്ഷെ പൾസില്ല. ഇതാണ് വെളിപ്പാട് ദിവസത്തിൽ പറയുന്നത്, ജീവനുള്ളവൻ്റെ പേരെങ്കിലും എന്താണ്, മരിച്ചവരാണ്. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഈ പോയെന്ന് പറയരുത്. കർത്താവ് ഈ അസ്ഥികൾ എന്ത് ചെയ്യുമോ, ജീവിക്കുമോ? കർത്താവ് പറഞ്ഞു, നീ അവന്മേൽ എന്ത് ചെയ്യുക, ഊതുക, ശ്വാസം പറ്റുത്തി, അവരൊരു സൈന്യമായിട്ട് എഴുന്നേറ്റ്. അപ്പോൾ നമ്മൾ ഈ അസാധ്യങ്ങളെ മാത്രം നോക്കിയതില്ല, കർത്താവ് റെഡിയാണ് എന്തത്തെ തൊടാൻ, മഞ്ചത്തെ തൊടാൻ. നമ്മളൊന്നും ഒരു അന്തരീക്ഷം ഒരു അതിനുവേണ്ടി ഒരു ഭാരവും അവസരവും ഉണ്ടാക്കിയാൽ സാധനം റെഡിയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഞാനിപ്പം ഈ ഇടയ്ക്ക് ഞാൻ വാച്ച് ചെയ്യുന്നൊരു സംഭവമാണ്, നമ്മുടെ ഇടയിൽ യങ്സ്റ്റേഴ്സിന് ചർച്ചകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, വീണ്ടും ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് അമേരിക്കൻ അമ്മ വീട്ടിൽ പിന്നെ പിള്ളേർ എവിടെ പോകുന്നുണ്ട്, നാട്ടിൽ പോകുന്നുണ്ട്. എനിക്കറിയാം, നമ്മൾ പറയും 18 വർഷമായിട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞാൽ പോലും ഇവിടുന്ന് പിള്ളേർ പോകും. ഇപ്പം തന്നെ നമ്മൾ ഇവിടുന്ന് കൊണ്ട് സംസാരിച്ചപ്പോഴേ നമ്മുടെ ഒരു കോൺവെർസേഷനിൽ നമ്മുടെ കുവൈറ്റിൽ നിന്ന് വന്ന ചാക്കോ, അവൻ്റെ അപ്പച്ചനെ കുറിച്ച്, റോയി അപ്പച്ചൻ എന്ന് പറയുന്നത്, റോയി അപ്പച്ചൻ എൻ്റെ സുഹൃത്താണ്, അവൻ്റെ അപ്പച്ചനാണ്. അവരവധിക്ക് പോയാൽ റോയി അപ്പച്ചൻ എടുത്ത് പോകും. സോ അപ്പച്ചനുള്ളതുകൊണ്ടാണ് നാട്ടിൽ പോകുന്നത്. ഈ ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് പിള്ളേരെല്ലാം ഒത്തിരി പിള്ളേർ എനിക്കറിയാം, അവർ മലയാളം അമ്മച്ചിക്ക് കത്തെഴുതാൻ വേണ്ടി മലയാളം പഠിച്ച പിള്ളേരെ എനിക്കറിയാം. എൻ്റെ അമ്മച്ചിക്ക് സുഖമാനോ എന്ന് അമ്മച്ചിക്ക് ഇവിടെ കത്തെഴുതിയ പിള്ളേരെ എനിക്കറിയാം, അമ്മച്ചിക്ക് വേണ്ടി മലയാളം പഠിച്ചവർ. ഇവർ നാട്ടിൽ പോകുന്നു. എന്തിനാണ് പോകുന്നത്? ഇവർക്ക് ഭാഷ അറിയാമോ? ഇല്ല. 2, ഇവർക്ക് അവിടെ ഈ അമേരിക്കൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞാനൊരു വട്ടം ഞങ്ങളുടെ ഒരു വീട്ടിൽ ഇരിക്കുമ്പം അവിടുത്തെ മമ്മി നല്ല മട്ടൻ ബിരിയാണി ഉണ്ടാക്കി. മട്ടൻ ബിരിയാണി അടിപൊളി മട്ടൻ, നമുക്ക് വലിയ പ്രഷ്യസ് സാധനമാണ്. നമുക്ക് ഈ നാട്ടിൽ ഒരു മട്ടൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് എന്താണ് മട്ടൻ ചൂട നല്ല ഉഗ്രം മട്ടൻ ബിരിയാണി. നമ്മൾക്ക് ഇന്ന് രാവിലെ മട്ടൻ ബിരിയാണി കേട്ടോ, മട്ടന് ഭയങ്കര വിലയല്ലേ. മട്ടൻ ബിരിയാണി ഉണ്ടായി കഴിഞ്ഞപ്പോഴും അവിടുത്തെ പിള്ളേർ വണ്ടി എടുത്തുകൊണ്ട് പുറത്ത് പോന്നു. എന്തിനാന്ന് ചോദിച്ചാൽ നഗറ്റ്സ് മേടിക്കാനും ബർഗർ മേടിക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ ഇന്നെങ്കിലും കഴിക്കണം മക്കളെ, ആൻറ്റി ഇത്രയും കഷ്ടപ്പെട്ട് മട്ടൻ ബിരിയാണി ഉണ്ടാക്കണം. അവരെന്നോട് പറഞ്ഞു, ദിസ് ഈസ് വാട്ട് ടു ഡു അങ്കിൾ, ദിസ് ഈസ് എ വാട്ട് യു മെൻ ബൈ എ അമേരിക്കൻ അരഗൻസ്, ദോ വി ഹാവ് മട്ടൻ ബിരിയാണി വി നീഡ് ദാറ്റ് ബർഗർ. അമേരിക്കൻ അരഗൻസ്. ഈ അമേരിക്കൻ അരഗൻസ് ഉള്ള പിള്ളേർ ഗ്രാമത്തിൽ ചെല്ലുന്നത് എന്തിനാ? അവിടെ ബർഗർ ഇല്ല, നഗറ്റ്സ് ഇല്ല, പക്ഷേ അവർ അമ്മച്ചിയുടെ കപ്പയും മീനും എല്ലാം തിന്നും. അമ്മച്ചി അവിടെ വന്നപ്പോൾ അമ്മച്ചിക്ക് ചോദിക്കണം, മീൻ കഴിക്കുമോ? അമ്മച്ചിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലോ. അപ്പോൾ അമ്മച്ചി കൊച്ചുകൊണ്ട് ചോദിച്ചു, ആട്മീൻ കൂട്ടുമോ? ആട്മീൻ കൂട്ടുമോ? ഉമ്മ പറഞ്ഞു ഇവർ പോകുന്നത് ഭാഷ അവർക്ക് പ്രശ്നമാണോ? അല്ല. ആണോ? അല്ല. അവർക്ക് ഫുഡ് പ്രശ്നമാണോ? അല്ല. അവർ അമ്മച്ചിയെ കാണാൻ പോകുന്നു, അല്ല അപ്പച്ചനെ കാണാൻ പോകുന്നു. അപ്പച്ചൻ അവർക്ക് എന്തോ കൊടുക്കും? വാരിക്കോരി കൊടുക്കും, സ്നേഹം കൊടുക്കും. ഈ അമ്മ വീടാകണം സഭ. സ്നേഹമാണ് സഭ. അമ്മ വീടാണ്. മോൻ അമ്മ വീട്ടിൽ പോകുന്ന ഓർമ്മയുണ്ടോ? എനിക്ക് എൻ്റെ അമ്മ വീട് ഓർമ്മയുണ്ട്. അവധി ഇടുമ്പോൾ എവിടെ പോകും? അമ്മയുടെ വീട്ടിൽ പോകും. എന്തിനാണ് അമ്മയുടെ വീട്ടിൽ പോകുന്നത്? അവിടെ ആരുണ്ട്? അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. ഉണ്ട്. നമ്മുടെ അവിടെ നമ്മൾ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്ന സാധനമൊന്നും അവിടെ ഇല്ല. ജനറേഷൻ ഗ്യാപ്പിനെ എല്ലാം ബ്രിഡ്ജ് ചെയ്യുന്നത് എന്താ? സ്നേഹമാണ്. അപ്പോൾ ചർച്ച് ഒരു അമ്മ വീടാണ്. കൃത്യമായി ശരിയാണ്. ചർച്ചിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സ്നേഹം. ചർച്ച അമ്മ വീടാണ്. ഇവിടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ടെങ്കിൽ ഞാൻ പറയും എല്ലാ പിള്ളേരും ആരെ കാണാൻ വരും. ഞങ്ങൾക്കൊരു മയിലാട് പറ അമ്മച്ചിയുണ്ട്. ഞാൻ എപ്പോഴും അമ്മച്ചിയെക്കുറിച്ച് പറയാം. അമ്മച്ചിക്ക് ഇന്ന് സാരി ഒന്ന് കൊടുക്കാൻ പോയി, നൈറ്റി ഇട്ടുകൊണ്ട് വന്നിരിക്കും. ഞങ്ങളുടെ സകല പിള്ളേരും അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് ഉമ്മ കൊടുക്കും. അമ്മച്ചിക്ക് എല്ലാവരുടെയും പേരറിയാം. അമ്മച്ചി വന്നാൽ വാതിക്കലോട്ട് ഒരു കസേര ഇട്ടിരുന്നാൽ അമ്മച്ചിക്ക് ഭാഷ അറിയാം. അമ്മച്ചി എന്തോ ഗ്യാപ്പായത്. പക്ഷേ ഈ ഗ്യാപ്പിനെ ബിൽഡ് ചെയ്യുന്നത് എന്താ? സ്നേഹം. സോ
ഈ ചർച്ചുകൾ അമ്മ വീടാകണം. അതെ, അമ്മ വീടാകണം. പാസ്റ്ററും അമ്മച്ചി, അപ്പച്ചനും അമ്മച്ചിയാകണം. അവിടെ കുറേ പാസ്റ്ററും അമ്മച്ചിയും തന്നെയല്ല, അവിടെ ഇവരെ സ്നേഹിക്കുന്ന മക്കളെ നിന്ന് വിളിക്കുന്ന കുറേ പേരുണ്ടാകണം. അതെ, ഉണ്ടായാലോ അവരെ ഒഫൻഡഡ് ആക്കാതെ. ഇപ്പം ഒരു അമ്മ വീടിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തോടെ അവർ ചർച്ച വരാൻ തുടങ്ങിയാൽ ഇപ്പോൾ ചർച്ചുകളെല്ലാം തുറക്കണം. ഈ ഞായറാഴ്ച രാവിലത്തെ കമ്പനി പരിപാടി അങ്ങ് നിർത്തണം. തലേദിവസമൊക്കെ പിള്ളേരവിടെ വരണം. പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കുറച്ച് ഫുഡ് ഫെസ്റ്റൊക്കെ വെക്കണം. ഇച്ചിരി പൈസ മുടക്കണം. അതെ, പാസ്റ്റർ ഇപ്പം പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ചർച്ച് മുഖാന്തരം ഹേർട്ടായ ഒത്തിരി പിള്ളേരുണ്ട്. ഹേർട്ടുണ്ട്. ഇപ്പം ഈ പാസ്റ്റർമാരുടെ മക്കൾക്കുള്ള പലരും ഉപദേശിയാകാത്ത എന്തുകൊണ്ടാണ്? ഹേർട്ട്, മുറിവ്, സ്കാറുണ്ട്. ഒന്ന് ഹേർട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പം എനിക്കുണ്ടായ മുറിവുകളെല്ലാം എനിക്ക് അനുഗ്രഹമായിരുന്നു. അതെ, തിരിഞ്ഞു നോക്കുമ്പോൾ. പക്ഷേ അന്ന് നമ്മൾ കറുത്ത മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ പോയിരുന്ന കരയുമായിരുന്നു. കർത്താവെ മാനിക്കണേ, ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കണേ, കർത്താവെ അവരുടെ മുമ്പാകെ എന്നെ മാനിക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ. പക്ഷേ ഇന്ന് അങ്ങനല്ല. ഇന്ന് അവരങ്ങ് വിഡ്രോ ചെയ്യും. ഇതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ വീണ്ടും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ചർച്ച് എന്ന് പറയുന്നത് ഒരു വർക്ക്ഷോപ്പാണോ ഷോറൂമാണോ? അതൊരു ഹോസ്പിറ്റലാകണം. അല്ല, ചർച്ച് എന്താ വർക്ക്ഷോപ്പാണോ ഷോറൂമാണോ? വർക്ക്ഷോപ്പാകണം. വർക്ക്ഷോപ്പാണോ ഷോറൂമാണോ? വർക്ക്ഷോപ്പാകണം. ആകണമെന്നല്ല, എന്താണ് ചർച്ച്? എന്തായിരിക്കണം? വർക്ക്ഷോപ്പായിരിക്കണം. ഷോറൂമാണെങ്കിൽ ഷോറൂം കണ്ടീഷനാണ്. വർക്ക്ഷോപ്പാണേലോ കെട്ടി വലിച്ച കൊണ്ടുവന്ന് അവിടെ ഇടും. ഇടുവോ? നമ്മളെന്താ പറയുക, ടോ ചെയ്ത് കൊണ്ടുവിടും. അതിന് ഷേപ്പ് കാണുമോ? ഇല്ല, മോന്ത കാണത്തില്ല, ചളിങ്ങിയതായിരിക്കും. ആണോ? ചർച്ച് എന്താകണം? ഒരു വർക്ക്ഷോപ്പാകണം. ചർച്ച് പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ സ്യൂട്ട് റൂമാണോ കാഷ്വാലിറ്റി ആണോ? കാഷ്വാലിറ്റിയാണ്. കാഷ്വാലിറ്റിയിൽ പിന്നെ ഒടിഞ്ഞത് കാണും. ചതഞ്ഞത് കാണും. അറ്റാക്ക് വന്നത് കാണും. പ്രസവത്തിന് വന്നത് കാണും. എല്ലാം ആദ്യം കൊണ്ടിരുന്നത് അങ്ങോട്ടാണ്. കാഷ്വാലിറ്റി. അപ്പോൾ ചർച്ച് എന്താണ്? 24/7 കാഷ്വാലിറ്റി ആയാൽ. പണ്ടൊരു പോപ്പ് പറഞ്ഞിട്ടുണ്ട്, ചർച്ച് ഈസ് നോട്ട് എ ക്ലബ് ഫോർ സെയിൻസ് ബട്ട് റാദർ ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ ഫോർ സിന്നേഴ്സ്. പാപികൾക്ക് വേണ്ടിയുള്ള ഒരു ഹോസ്പിറ്റലാണ് ചർച്ച്. അല്ല, ഇപ്പം അവസാനം നമുക്ക് ഏക ഹോപ്പ് ഇപ്പം ഇനി എന്തോ ഉള്ളൂ? കർത്താവിലുള്ളൂ. അവിടെ കൂടെ ഹോപ്പ് ഇല്ലെങ്കിലോ? അപ്പോൾ ചർച്ചിലൊരു കാഷ്വാലിറ്റി ആകണം. വീണ്ടും ഞാൻ പറയും, ബീങ് എ പാസ്റ്റർ, കാഷ്വാലിറ്റിയിലെ ഡോക്ടറുണ്ട്, MBBS തന്നെ. പക്ഷേ പുള്ളി ഓർത്തോയെ അറ്റൻഡ് ചെയ്യും. ഗൈനിക്ക് വന്നാൽ അതും ചെയ്യും. ഹാർട്ട് പ്രോബ്ലം വന്നാൽ കാർഡിയോളജിസ്റ്റ് ആവും. ഈ മെയിൻ കാർഡിയോളജിസ്റ്റിനെക്കാട്ടിയും പുള്ളിക്ക് വർക്കും അറിയാം. കാരണം പുള്ളി ഒത്തിരി പേരെ കാണുന്നതാണ്. അപ്പോൾ പാസ്റ്റർ ഇതുപോലെ ആയിരിക്കണം. പാസ്റ്റർ ഒരു കാഷ്വാലിറ്റിയിലെ